പുതുവർഷം ജയത്തോടെ തുടങ്ങാനായ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് വീണ്ടും കളത്തിലിറങ്ങുകയാണ്. ഒഡീഷ എഫ്സിയാണ് കൊച്ചിയിൽ നടക്കാനിരിക്കുന്ന കളിയിൽ മഞ്ഞപ്പടയുടെ എതിരാളികൾ. ടീമിലെ ചില പ്രധാന കളിക്കാർക്ക് സസ്പെൻഷനെ തുടർന്ന് ഈ മത്സരം നഷ്ടമാകും. അതുകൊണ്ട് തന്നെ ടീമിൽ മാറ്റങ്ങളുമായാകും കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷയ്ക്കെതിരെ ഇറങ്ങുക. രണ്ട് പ്രധാന മാറ്റങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നിരയിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇത് എന്താണ് എന്നും ടീമിന്റെ സാധ്യത സ്റ്റാർട്ടിംഗ് ലൈനപ്പ് എങ്ങനെയായിരിക്കുമെന്നും നോക്കാം. ഈ സീസണിൽ ടീമിന്റെ 1-ാം നമ്പർ ഗോൾ കീപ്പർ സച്ചിൻ സുരേഷ് ആണ്. സീസണിൽ അത്ര മികച്ച ഫോമിലല്ല താരമെങ്കിലും അവസാന മത്സരത്തിൽ ക്ലീൻ ഷീറ്റ് നേടാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. ഒഡീഷ എഫ്സിക്കെതിരായ കളിയിലും സച്ചിൻ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ വല കാക്കും. കഴിഞ്ഞ കളിയിൽ സ്റ്റാർട്ടിംഗ് ലൈനപ്പിലേക്ക് മടങ്ങിയെത്തിയ ഐബൻ ഡോഹലിംഗ് തന്നെയാകും റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുക. കഴിഞ്ഞ കളിയിൽ താരത്തിന് ചുവപ്പ് കാർഡ് ലഭിച്ചിരുന്നുവെങ്കിലും പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സ് നൽകിയ അപ്പീലിന്മേൽ അത് മഞ്ഞക്കാർഡായി മാറിയിരുന്നു. ഇതുകൊണ്ട് തന്നെ താരം ഈ കളിയിൽ സെലക്ഷന് ലഭ്യമാണ്. നവോച്ച സിംഗ് ആകും ടീമിന്റെ ഇടത് ബാക്ക് സ്ഥാനത്ത് ഇറങ്ങുക. ഈ സീസണിൽ മികച്ച ഫോമിൽ കളിക്കുന്ന താരമാണ് നവോച്ച. സെൻട്രൽ ഡിഫൻസിൽ മാറ്റമുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. കഴിഞ്ഞ കളിയിൽ ടീമിന്റെ സെന്റർ ബാക്കായി കളിച്ചിരുന്നത് ഹോർമി പാമും മിലോസുമാണ്. ഇതിൽ ഹോർമി സ്ഥാനം നിലനിർത്തും. എന്നാൽ കഴിഞ്ഞ കളിയിൽ ചുവപ്പുകാർഡ് കണ്ട ഡ്രിൻസിച്ചിന് സസ്പെൻഷൻ മൂലം ഈ കളി നഷ്ടമാകും. അദ്ദേഹത്തിന് പകരം പ്രീതം കോട്ടാൽ സ്റ്റാർട്ടിംഗ് ലൈനപ്പിലേക്ക് മടങ്ങിയെത്തിയേക്കും. ഡിഫൻസീവ് മിഡ്ഫീൽഡർ സ്ഥാനത്തേക്ക് ഫ്രെഡിൽ ആലമാവ ഉണ്ടാകുമെന്ന കാര്യവും ഉറപ്പാണ്. എന്നാൽ ഡാനിഷ് ഫാറൂഖിന് സസ്പെൻഷൻ മൂലം ഈ കളി നഷ്ടമാകും. കഴിഞ്ഞ കളിയിൽ സീസണിലെ 4-ാം മഞ്ഞക്കാർഡ് കണ്ടതാണ് ഡാനിഷിന് തിരിച്ചടിയായത്. ഡാനിഷിന് പകരം ഫ്രഞ്ച് താരം അലക്സാണ്ടർ കോയ്ഫ് സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഇടം പിടിക്കാനാണ് സാധ്യത. ക്യാപ്റ്റൻ അഡ്രിയാൻ ലോണ, യുവതാരം കോറു സിംഗ് എന്നിവരും ടീമിലുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. ആക്രമണ നിരയുടെ ഉത്തരവാദിത്തം മൊറോക്കൻ താരം നോവ സദോയ്ക്കും ഗാന താരം കോമെ പെപ്രയ്ക്കുമാകും. ഇവർക്ക് തിളങ്ങാനായാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് കാര്യങ്ങൾ എളുപ്പമാകും. പരിക്കിൽ നിന്ന് മോചിതനായ സ്പാനിഷ് താരം ജീസസ് ജെമിനസും ഈ കളിയിൽ ഇറങ്ങുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. എന്നാൽ പകരക്കാരനായാകും അദ്ദേഹം എത്തുക.